നിന്റെയും നിന്റെ ഹാഫിദിന്റെയും ത്വരീഖത്ത് പെണ്ണുങ്ങളുമായിട്ട് മാത്രമാണോ നിങ്ങൾക്ക് ബന്ധമുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരി ത്വരീഖത്ത് പിഴച്ചതാണെന്ന് ബോധ്യപ്പെടുന്ന ചില നിർണായക തെളിവുകളാണ് നൗഷാദ് കുരുവട്ടൂരിയുടെ സംസാരത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നൗഷാദ് കുരുവട്ടൂരിയുടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ഇനി ഒരു സംഘടനാ പ്രവർത്തനത്തിനുമില്ല, ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്നില്ല, വ്യാജ ത്വരീഖത്തുകളും വ്യാജന്മാരും ലോകത്തുണ്ടെങ്കിലും എല്ലാവരും അങ്ങനെയാകുമോ? ഇത് വരുന്നതൊക്കെ വ്യാജന്മാരാണെന്നാണല്ലോ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നതെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാവണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ആ പരിഹാരങ്ങൾ ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാജ ത്വരീഖത്തുകാർ ആദ്യമൊക്കെ പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും അംഗീകരിക്കുന്നതായി ജനങ്ങൾക്കിടയിൽ വരുത്തി തീർക്കുകയും അവസാന സമയമെത്തുമ്പോൾ അവരുടെ ഉള്ളിലിരുപ്പ് പുറത്തു ചാടുകയും അതോടുകൂടി ജനങ്ങൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായിരുന്നു ശരിയെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒരുപക്ഷെ അതിന് സമയമെടുത്തെന്ന് വരാം. എന്നാൽ കുരുവട്ടൂരി ത്വരീഖത്തിന്റെ വിഷയത്തിൽ ഏറെ സമയമൊന്നും എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്തായി ശംസുൽ ഉലമക്ക് എന്ത് പിഴച്ചു എന്ന വിഷയത്തിലുള്ള നൗഷാദ് കുരുവട്ടൂരിയുടെ പ്രഭാഷണവും വിശ്വാസപൂർവത്തെക്കുറിച്ചുള്ള നൗഷാദ് കുരുവട്ടൂരിയുടെ കമന്റും കേട്ടപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ്. യഥാർത്ഥത്തിൽ CM വലിയുല്ലാഹി അനുഗ്രഹിച്ചവരാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും കാന്തപുരം ഉസ്താദും. അവരുടെ മേഖലയാണ് സത്യത്തിന്റെ പാത. അവരോട് കൂടെ നിന്നാൽ സ്വർഗത്തിലെത്തുമെന്ന് വരെ CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട്. അത് ഈ നൗഷാദ് കുരുവട്ടൂരി തന്നെ പ്രസംഗിച്ചതും പലവരും കേട്ടതാണ്, ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇന്നലെ നൗഷാദിന്റെ പ്രഭാഷണം കേട്ട കുരുവട്ടൂരികൾ പോലും മൂക്കത്ത് വിരൽ വെച്ചിരിക്കുന്നു. കാരണം CM വലിയുല്ലാഹി താജുൽ ഉലമയോട് പറഞ്ഞത് നിങ്ങളുടെ ഭാഗത്താണ് സത്യമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ ആ സത്യത്തിൽ ഉറച്ചു നിന്നോളണം, അതിൽ നിന്ന് വ്യതിചലിച്ചു പോവരുത് എന്നാണ് താജുൽ ഉലമയോട് പറഞ്ഞതെങ്കിൽ നൗഷാദ് കുരുവട്ടൂരി ഇന്നലെ പ്രസംഗിച്ചത് അത് ശരിയല്ല. താജുൽ ഉലമയും AP ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത പേച്ചത് തന്നെയാണെന്നാണ് CM വലിയുല്ലാഹി ആശീർവദിച്ചത്. CM വലിയുല്ലാഹി സത്യമാണെന്ന് പറഞ്ഞത്, അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണമെന്ന് പറഞ്ഞത് തെറ്റാണ്. CM വലിയുല്ലാഹിക്ക് പേച്ചുപോയി, താജുൽ ഉലമക്ക് പിഴച്ചുപോയി, കാന്തപുരം ഉസ്താദിന് പേച്ചുപോയി. എന്തിനേറെ പറയണം, നൗഷാദ് കുരുവട്ടൂരി ഇന്ന് ഷെയ്ഖായി കൊണ്ടു നടക്കുന്ന സാക്ഷാൽ ഹാഫിളെ പിഴച്ചവനാണെന്നാണ് ഇന്നലെ കീഴ്ശേരിയിൽ വെച്ച് അവസാനമായി പ്രഖ്യാപിച്ചത്. ഹാഫിൾ എന്ന് പറഞ്ഞിരുന്നു, കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നാൽ പിന്നെ നമുക്ക് ആരും വേണ്ട. അല്ലാഹ് അബി തോ ഹമാരെ ഉസ്താദ് ഹമാരെ ശൈഖ് हमारे तो सब कुछ है, कमरुल उलमा सुल्तानुल उलमा शेखुना AP उस्ताद. अभी उस्ताद आए थे, तशरीफ लाए थे. अब तो हम लोगों के लिए सब कुछ हो गया है. अब यहाँ एक और दुआ की जरूरत ही नहीं है. जब उनका दुआ हो गया तो बस ये महफिल वसूल हो गया. हम ये अकीदतमंद वाले हैं, हम ये यकीन रखते हैं, यही हमारा ईमान है. हमारे से कुतुबुल आलम क़द्दसल्लाहु सिर्रहुल अजीज उनका हुक्म यही है, शेख साहब के साथ दिया करो और उनके साथ दीन के लिए खिदमत में लगा करो, इसीलिए हम उनके साथ हैं. കാന്തപുരം ഉസ്താദിന്റെ ഒരു പ്രാർത്ഥന കിട്ടിയാൽ നമ്മൾ പോലും പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ് ഹാഫിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ഷെയ്ഖ് ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാമായി ഇനി ഒന്നിൻ്റെയും ആവശ്യം നമുക്കില്ല, ഇനി ഒരു പ്രാർത്ഥനയുടെ ആവശ്യവുമില്ല. അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു തന്നാൽ അത് മതി നമുക്കെല്ലാം. അതാണ് നമ്മുടെ ഈമാൻ, അതാണ് നമ്മുടെ ഉറപ്പും. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇതെന്റെ വാക്കല്ല, ഇത് CM വലിയുല്ലാഹിയുടെ വാക്കാണെന്നാണ്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് എൻ്റെ ഉറപ്പല്ല, ഇത് മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹിയുടെ ഉറപ്പാണ്. അവര് നമ്മളോട് കൽപ്പിച്ചതാണ്. ആ
എ.പി. ഉസ്താദിൻ്റെ കൂടെ നിൽക്കാൻ, അവരുടെ ദീനിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഖാദിമായി നിൽക്കാൻ ഖുതുബുൽ-ആലം CM വലിയുല്ലാഹി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കേട്ടില്ലേ സഹോദരങ്ങളെ, ഈ ഹാഫിളിനെ പോലും തള്ളുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കീഴ്ശേരിയിൽ വെച്ചുകൊണ്ട് നൗഷാദ് കുരുവട്ടൂരി ചെയ്തിരിക്കുന്നത്. ചങ്ങാതിയുടെ പറച്ചിലെന്താണ്? ഈ കാലഘട്ടത്തിന്റെ ശൈഖായ ഹാഫിൽ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പറയുന്നതൊക്കെ എന്നാണ്. എങ്കിൽ അടുത്ത പ്രഭാഷണത്തിൽ നൗഷാദ് കുരുവട്ടൂരി പറയണം ഹാഫിലിനെ തന്നെ തള്ളണമെന്ന് ഹാഫിലിന്റെ നിർദ്ദേശമുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ കീഴ്ശേരിയിൽ വെച്ച് നിന്റെ ശൈഖായ ഹാഫിലിനെ പോലും നീ തള്ളിപ്പറഞ്ഞത് എന്ന് കുരുവട്ടൂരി നൗഷാദ് അടുത്ത പ്രഭാഷണത്തിൽ വ്യക്തമാക്കണം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. കള്ളത്വരീഖത്തുകാരുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവുക അന്യ സ്ത്രീകളുമായിട്ടാണ്. പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ മുരീദിച്ചുമാരാണ് ഉണ്ടാവുക. കാരണം വരുമാനവും വേറെ പലതും കിട്ടണമെങ്കിൽ വ്യാജ ത്വരീഖത്തുകാർക്ക് സ്ത്രീകൾ ഉണ്ടായേ മതിയാവൂ. ഇനി നമുക്ക് കുരുവട്ടൂരി നൗഷാദിന്റെ ആ വോയിസ് ഒന്ന് കേൾക്കാം. നമ്മളെ തെറി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഇത്തരം ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യപ്പെട്ട ആരുണ്ടെങ്കിലും നമ്മളെ അമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരോ അങ്ങനെയൊക്കെ ആരാണെങ്കിലും എല്ലാവരോടും അതിന് ലെഫ്റ്റ് ആവാൻ വേണ്ടി പ്രത്യേകം പറയുന്നുണ്ട്. ആ വിവരം നമ്മൾ പരസ്പരം എല്ലാവർക്കും കൈമാറണം. നിർബന്ധമായിട്ടും അത്തരം ഒരു ഗ്രൂപ്പിലും നമ്മൾ ആരും ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം ഒന്ന് എല്ലാവരും അറിയിച്ചു, എന്നിട്ട് എല്ലാവരും ഇന്ന് ലെഫ്റ്റ് ആവണം. അല്ല ചങ്ങാതി, ആണായി പറന്ന ഒരൊറ്റൊന്നിനെയും കിട്ടിയില്ലേ നിന്റെ ത്വരീഖത്തിലേക്ക്? നീ സഹോദരിമാരെന്നും ഉമ്മമാരെന്നും മാത്രമാണല്ലോ പറയുന്നത്. ആണായി പറന്നവരില്ലാത്ത ഒരു ത്വരീഖത്താണോ നിന്റെയും നിന്റെ ഹാഫിലിന്റെയും ത്വരീഖത്ത്? അതോ നിങ്ങളുടെ ത്വരീഖത്തിൽ ചേർന്നതോടുകൂടി നിങ്ങളുടെ കൂടെയുള്ളത് മീശ മുളച്ച സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമായോ? നൗഷാദിന്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകുന്നത് ഒരൊറ്റ സഹോദരനെയും മുരീദായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ നിർദ്ദേശം കൊടുക്കുന്നതിൽ സഹോദരനെ ഉൾപ്പെടുത്താതിരുന്നത്. ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് നിർദ്ദേശിക്കുന്നത്. ഏതൊക്കെയോ ഗ്രൂപ്പ് ഇവനെ തെറി പറയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പോലും. ആ ഗ്രൂപ്പുകളിൽ സഹോദരിമാരും ഉമ്മമാരും പോവരുതെന്നാണ് പറയുന്നത്. ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ അവർ ലെഫ്റ്റ് അടിക്കണമെന്നുമാണ് പറയുന്നത്. ഏതെങ്കിലും വഹാബികൾ നൗഷാദിനെ തെറി പറയാൻ വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിൽ നൗഷാദ് സല്ലപിക്കുന്ന ഏതെങ്കിലും സഹോദരിയോ ഉമ്മമാരോ പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് നൗഷാദിന് മാത്രമേ അറിയുകയുള്ളൂ. സുന്നികൾ ആരും തന്നെ നൗഷാദിനെ തെറി പറയാൻ വേണ്ടി, ഹാഫിലിനെ തെറി പറയാൻ വേണ്ടി ഒരു ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയ ഗ്രൂപ്പുകളൊക്കെ നൗഷാദിന്റെ കള്ളത്തരങ്ങളും നൗഷാദിന്റെ ഷെയ്ഖിന്റെ കള്ളത്തരങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അത് വ്യാജ ത്വരീഖത്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അത് കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. അതവർ നിർവഹിച്ചു പോരുന്നുണ്ട്. അല്ലാതെ നൗഷാദിനെ പോലെ, നൗഷാദിന്റെ അനുയായികളെ പോലെ തെറി പറയുന്ന സ്വഭാവം സുന്നി പണ്ഡിതന്മാർക്കില്ല, സുന്നി പ്രവർത്തകർക്കില്ല, പൊതുവെ സുന്നികളിൽ ആർക്കും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് തെളിയിക്കാൻ നൗഷാദിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ നിങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ വെളിപ്പെടുത്തുമ്പോ, നിങ്ങൾ വ്യാജന്മാരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുമ്പോ അത് നിങ്ങൾക്ക് തെറിയായി തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ അതിൽ ഉത്തരവാദികളുമല്ല. കളവുകളും തെറികളും പണ്ഡിതന്മാരെ ആക്ഷേപിക്കലും ഔലിയാക്കളെ തള്ളിപ്പറയലും അന്യ സ്ത്രീകളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടാവലുമാണ് വ്യാജ ത്വരീഖത്തുകാരിൽ അധികവും കണ്ടുവരുന്നത്. അത് കുരുവട്ടൂർ ത്വരീഖത്തിനുമുണ്ടെന്ന് നൗഷാദിന്റെ സംസാരങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറിയാതെ പെട്ടുപോയ ആരെങ്കിലും നൗഷാദിനെയും ഹാഫിലിനെയും താങ്ങി നടക്കുന്നുവെങ്കിൽ അവിടെ തന്നെ ഇട്ടേച്ചു പോവുക. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. CM വലിയുല്ലാഹി ആരോടൊപ്പമാണ് സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്? അവരോടൊപ്പം നമുക്കൊന്നു ചേരാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.